ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദ ഗ്രേറ്റ് ഷമൻ ഗാഡുഷം എന്ന ഡ്രാമയുടെ അവസാനത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പരീക്ഷയിൽ ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിച്ചതിന് ഹുസുവിനെ വഴക്ക് പറയുന്ന ഡൂഷമിനെയാണ്. നീ എന്തിനാ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നു. നീ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതെന്നാണ് അവൻ പറയുന്നത്. ഇവിടെ നന്നായിട്ട് പഠിക്കുന്ന വൂസു ലാസ്റ്റ് റാങ്ക് വാങ്ങിച്ചത് കണ്ടിട്ട് പ്രിൻസിപ്പൾ പോലും ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു. അവനെപ്പോഴും നല്ലൊരു സ്റ്റുഡന്റിനെ ഈ സ്കൂളിന് ആവശ്യമുണ്ട്. ആ ഇവൾ സ്പിരിറ്റിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ വൂസുവിനെ രക്ഷിക്കുമെന്ന് പ്രിൻസിപ്പലിനും അറിയില്ലായിരുന്നു. ഈ എക്സാം അസാധുവാക്കുന്നവരെ അയാൾ ആകട്ടെ ടീച്ചേഴ്സിനോട് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും സാധ്യമാകില്ലായിരുന്നു. ഇവിടെ തന്റെ പ്ലാൻ എല്ലാം വൂസ് പൊളിച്ച ദേഷ്യത്തിലായിരുന്നു ഡൂഷിം. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അവള് ചോദിക്കുന്നു. ആ സമയത്ത് പ്രിൻസിപ്പലിന്റെ റൂമിൽ നിന്നും അയാളുടെ ഷെൽഫിനകത്ത് നിന്ന് ആ ഒരു ആത്മാവ് പുറത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അയാൾ എത്രയൊക്കെ തടയാൻ ശ്രമിച്ചിട്ടും അത് പുറത്തേക്ക് കടന്നു. നമ്മുടെ ഷോർട്ട് ഹെയർ ഗേളിലെ അവൾ സ്കൂളിൽ നിന്നും തിരിച്ചു പോവുകയായിരുന്നു. തന്റെ ഫ്രണ്ട്സിനെ അവിടെ ഒറ്റയ്ക്ക് വിട്ട് വന്നത് ശരിയായില്ല എന്ന് അവൾക്ക് തോന്നുന്നു. ഡൂഷിമും വൂസും അവളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചതല്ലേ, അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ പോകണമെന്ന് വിചാരിച്ചിട്ട് അവൾ തിരിച്ചു സ്കൂളിലേക്ക് പോയി. ഇവർ രണ്ടുപേരും ആ ഇവൾ സ്പിരിറ്റിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മന്ത്രങ്ങളും മറ്റും എഴുതിയ ഡ്രസ്സ് ഇടുന്നുണ്ട്, കയ്യിൽ ആയുധങ്ങൾ വെക്കുന്നുണ്ട്. അവിടെയെല്ലാം തന്നെ മന്ത്രങ്ങൾ എഴുതിയ പല സാധനങ്ങളും കെട്ടിത്തൂക്കി ഇടുന്നുണ്ട്. അപ്പോഴാണ് ഈ പെൺകുട്ടി അവിടേക്ക് കയറി ചെല്ലുന്നത്. നിങ്ങളെ സഹായിക്കാൻ ഞാനും ഉണ്ടെന്ന് അവൾ പറയുന്നു. നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞാൽ മതി. ഇപ്പോഴേക്കും നമ്മുടെ ജോങ്ങോ അവിടേക്ക് വന്നു. ഇവർ രണ്ടുപേരോട് അവർ കാര്യങ്ങളൊക്കെ പറയുന്നു. ആ സ്പിരിറ്റിനെ നേരിടാൻ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡൂഷിം ഒരു ഐഡിയ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സഹായം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഡൂഷിം അവരോട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു. കോറിഡോറിന്റെ ഒരു ഭാഗത്ത് ഞാൻ തരുന്ന പേപ്പറുകൾ ഒട്ടിക്കണം. ആ മന്ത്രങ്ങൾ എഴുതിയ പേപ്പറുകൾ ഇരിക്കുന്ന കാരണം ആ ഇവിൾ സ്പിരിറ്റിന് ആ ഭാഗം കടന്നിട്ട് ഇങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ആ നേരം നിങ്ങൾ രണ്ടുപേരും ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ഞാൻ തരുന്ന ഈ ഒരു പൊടിയാകട്ടെ അതിന്റെ മുകളിലേക്ക് എറിയണം. അതിന്റെ ശക്തി അങ്ങനെ ക്ഷയിപ്പിക്കണം. അങ്ങനെ അവർ രണ്ടുപേരും തയ്യാറായിരുന്നു. അവിടെയെല്ലാം തന്നെ പേപ്പർ ഒട്ടിച്ചിട്ട് ക്ലാസ് റൂമിൽ കയറിയിരിക്കുകയായിരുന്നു അവര്. ആ സ്പിരിറ്റ് വരുമ്പോൾ തങ്ങൾ എങ്ങനെ കാണുമെന്ന് അവർ ചോദിക്കുമ്പോൾ അവൾ തന്റെ കൈയുരസിയിട്ട് അവരുടെ രണ്ടുപേരുടെയും കണ്ണിൽ വെച്ച് കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് കാണാമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു സ്പിരിറ്റ് വരുന്നുണ്ട്. ഇത്തവണ ആരാണ് ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിയതെന്ന് എനിക്കറിയാം, എനിക്ക് അയാളെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സ്പിരിറ്റ് വരുന്നത്. എന്നാൽ അവരവിടെ ഒട്ടിച്ചു വെച്ചിരുന്ന പേപ്പറൊന്നും തന്നെ ഉപയോഗത്തിൽ വന്നില്ല. ആ ഭാഗവും കടന്നിട്ട് ആ സ്പിരിറ്റ് പോകുന്നു. മറ്റു രണ്ട് പെൺകുട്ടികളും അതിന്റെ മുകളിലേക്ക് പൊടിയെറിഞ്ഞിട്ടും അതിനൊരു മാറ്റവും സംഭവിച്ചില്ല. ഇനി ഒന്നും നോക്കാനല്ല, നമുക്ക് അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് വൂസുവും ഡൂഷിമും അറ്റാക്ക് ചെയ്യാൻ ചെന്നെങ്കിലും ആ ഒരു സ്പിരിറ്റ് അവരെ രണ്ടുപേരെ എടുത്തെറിയുന്നു. മറ്റു രണ്ട് പെൺകുട്ടികളും ചേർന്നിട്ട് ആ സ്പിരിറ്റിനെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ ഈ സ്പിരിറ്റ് എടുത്തെറിയുകയാണ്. ഇതിൽ നിന്ന് തെറിച്ചു പോയ ആയുധവുമായിട്ട് ഡൂഷിം വീണ്ടും സ്പിരിറ്റിന് നേരെ പോവുകയാണ്. അവളുടെ ശക്തി കൊണ്ട് അതിന്റെ വലയത്തിലാക്കി ആ ആയുധം വെച്ച് അതിനെ വെട്ടുന്നു. എന്നാൽ അതിന്റെ തലയ്ക്ക് തന്നെ വെട്ടണമായിരുന്നു. പക്ഷെ അവള് ദേഹത്ത് വെട്ടിയത് കാരണം അതിന്റെ ശക്തി ക്ഷയിച്ചില്ല. അത് അതിന്റെ ശക്തിയിൽ ഇവരെ രണ്ടുപേരെയും കറക്കി മുകളിലേക്ക് ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. മന്ത്രങ്ങൾ ചൊല്ലാൻ അവളെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും കൈകൾ കോർത്തു പിടിച്ച് തങ്ങൾ രണ്ടുപേരുടെ ശക്തി ഉപയോഗിച്ചാണ് എങ്ങനെയൊക്കെയോ അതിന്റെ വലയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. പക്ഷെ ആ സമയത്തേക്ക് ആ പ്രിൻസിപ്പൾ വന്ന് ഇവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും വൂസു അവളെ രക്ഷിക്കുന്നു. യഥാർത്ഥ വില്ലൻ നിങ്ങളാണെന്നും എന്റെ ഗ്രാൻഡ്മയെ കൊന്നത് നിങ്ങളല്ലേന്നും ഒക്കെ അവൾ ചോദിക്കുന്നു. പിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ കൊല്ലാനാഞ്ഞതും വൂസു അയാളെ പിടിച്ച് തള്ളുന്നു. കയ്യിലുണ്ടായിരുന്ന കത്തിയുമായിട്ട് അയാൾ സ്റ്റെപ്പ് വഴി താഴേക്ക് വീണു. ആ കത്തി അയാളുടെ ശരീരത്തിൽ തന്നെ കുത്തിക്കയറി. പറ്റി കിടന്നിട്ടും താൻ ഈ സ്കൂളിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അയാൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ സ്പിരിറ്റ് വന്ന് ജോങ്ങിന്റെ ശരീരത്തിലേക്ക് കയറി. ഇവിടെ ഡൂഷിമും വൂസുവും ചേർന്നിട്ട് ആ പ്രിൻസിപ്പലിന്റെ പോക്കറ്റിൽ നിന്നും ആ ഒരു ചെറിയ സഞ്ചി എടുക്കുന്നുണ്ട്. അതും എടുത്തുകൊണ്ട് അവർ നേരെ ടെറസിലേക്ക് പോകുന്നു. അവിടെ പെൺകുട്ടികളുടെ നിലവിളി കേൾക്കാമായിരുന്നു. ആ സ്പിരിറ്റ് ആകട്ടെ ജോങ്ങിനെ ആ ടെറസിന്റെ മുകളിൽ നിന്നും തള്ളിയിടാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ കറക്റ്റ് സമയത്ത് വൂസുവും ഡൂഷിമും ചേർന്നിട്ട് അവളെ രക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് സ്പിരിറ്റിന്റെ അടവായിരുന്നു. അവളുടെ കയ്യിൽ പിടിച്ചതും ആ സ്പിരിറ്റ് വൂസുവിനെയും കൊണ്ട് താഴേക്ക് ചാടാനുള്ള ശ്രമത്തിലായിരുന്നു. ഡൂഷിം വൂസുവിന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല, നിന്നെ ഞാൻ സേവ് ചെയ്യുമെന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്താണ് 11ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 12ാമത്തെയും അവസാനത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഈ ഒരു ആത്മാവ് ആ പ്രിൻസിപ്പളുമായിട്ട് എങ്ങനെയാണ് കണക്ട് ആയതെന്നും അവരെങ്ങനെയാണ് ഒരു ഡീലിൽ എത്തിയതെന്നുമാണ്. ഈ സ്കൂളിന് ഒട്ടും തന്നെ വിജയശതമാനം ഇല്ലാതെ സ്കൂളിലെ കുട്ടികളെല്ലാം തന്നെ തോറ്റു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂൾ മാനേജ്മെന്റ് പ്രിൻസിപ്പലിനെ ഒരുപാട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ഇങ്ങനെ കോറിഡോറിലൂടെ നടക്കുന്ന സമയത്ത് ഒരു കുട്ടി വേറൊരു രീതിയിൽ ആക്ട് ചെയ്യുന്നതും എന്തോ ബാധ കയറിയതുപോലൊരു ക്ലാസ് റൂമിനകത്തേക്ക് കയറി പോകുന്നത് കാണുന്നു. ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ അവിടേക്ക് ചെല്ലുമ്പോഴാണ് സ്പിരിറ്റിനെ പ്രിൻസിപ്പൽ കാണുന്നത്. ആ സ്പിരിറ്റ് ആകട്ടെ പ്രിൻസിപ്പലിന്റെ രൂപം സ്വീകരിച്ച് അയാളോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. ഒന്നിനും കൊള്ളാത്ത നിന്നെപ്പോലുള്ള ആൾക്കാർ എന്തിനാ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. എന്നെ കൊല്ലരുത്, എനിക്കൊരു അവസരം തരൂ, നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കാൻ തയ്യാറാണ്, പകരം എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാനും പ്രിൻസിപ്പൽ പറയുന്നു. എല്ലാ തവണയും എക്സാമിന് ലാസ്റ്റ് വരുന്ന കുട്ടികളെ നിങ്ങൾ കൊല്ലണം. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളെല്ലാം നല്ലപോലെ പഠിക്കും, ഈ സ്കൂളിന് ഒരുപാട് വിജയവും കിട്ടും. അതിന് പകരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോ ആത്മാവ് പ്രിൻസിപ്പലിനോട് പറയുന്നുണ്ട്, നമ്മുടെ ഡൂഷിമിന്റെ ഗ്രാൻഡ്മയില്ലേ, അവരെ കൊല്ലണമെന്ന്. അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന പോലെ ഞാൻ കുട്ടികളെ കൊല്ലാം. അതുകൊണ്ടാണ് ഇയാൾ ഡൂഷിമിന്റെ ഗ്രാൻഡ്മയെ കൊന്നതും അങ്ങനെ ഈ ഒരു സ്പിരിറ്റ് ഇയാൾ പറയുന്നത് പോലെ കേട്ട് ഇയാളുടെ അടിമയായി മാറിയതും. ഇവിടെ സ്പിരിറ്റ് ആകട്ടെ വൂസുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവനെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയില്ലേ. ആ ഒരു സമയത്ത് ഡൂഷിമാകട്ടെ തന്റെ ശക്തി ഉപയോഗിച്ചിട്ട് അവനെ രക്ഷിക്കുകയാണ്. എന്നിട്ട് മന്ത്രങ്ങൾ ചൊല്ലി പെട്ടെന്ന് തന്നെ ആ
ഒരു സഞ്ചിയിലേക്ക് ആ ഒരു സ്പിരിറ്റിനെ കയറ്റുന്നു. ഹൂസുവും ജോങ്ങും ഉൾപ്പെടെ എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവൾ ആ ഒരു സഞ്ചി അടയ്ക്കുന്നതിന് മുൻപ് തന്നെ അത് വീണ്ടും പുറത്തേക്ക് ചാടുന്നുണ്ട്. അവൾ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഒടുവിൽ ഡൂഷുമും വൂസുവും ഒരുമിച്ച് ചേർന്ന് മന്ത്രങ്ങൾ ചൊല്ലി അതിനെ ആ ഒരു സഞ്ചിയിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് ആ ആയുധം വെച്ചിട്ട് ആഞ്ഞു വെട്ടുന്നുണ്ട്. അതോടുകൂടി ആ ഒരു സ്പിരിറ്റ് ആകട്ടെ കൈക്കലാക്കി വെച്ചിരുന്ന കുട്ടികളുടെ ആത്മാക്കളെല്ലാം തന്നെ സ്വതന്ത്രമാകുന്നു. നമ്മുടെ ഡൂഷുമിന്റെ ഗ്രാൻഡ്മയുടെ ആത്മാവ് അവിടേക്ക് വരികയും ആ കുട്ടികളെ എല്ലാം തന്നെ അവർക്ക് പോകേണ്ടത് എവിടെയാണോ അവിടേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ഹ്യൂൻസുവിന്റെ ആത്മാവ് മാത്രം തിരിച്ചു വന്നിട്ട് നാമിന്റെ ആത്മാവിനെ എവിടെയാണ് താൻ ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, നീ പറഞ്ഞ എക്സസൈസ് ചെയ്ത് എനിക്ക് എന്റെ അമ്മ എവിടെയാണെന്ന് ഓർമ്മ വന്നു, അതുകൊണ്ട് ഞാൻ അമ്മയെ കാണാൻ പോവുകയാണെന്നും അവൾ പറയുന്നു. എല്ലാ പ്രശ്നങ്ങളും തീർന്ന സന്തോഷത്തിലായിരുന്നു ഡൂഷുമും വൂസുവും. പരിക്കേറ്റ് കിടന്ന പ്രിൻസിപ്പൽ ആകട്ടെ മരിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഇപ്പോൾ ഒരു ആത്മാവായി മാറിയിരിക്കുന്നു. വൂസു പെട്ടെന്ന് തന്നെ നാമിന്റെ ആത്മാവിനെ തേടി ആ ഒരു സെമിത്തേരിയിലേക്ക് പോകുന്നു. ആ ആത്മാവിനെയും കൊണ്ട് നേരെ നാമ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അവന്റെ ശരീരത്തിലേക്ക് ആ ആത്മാവ് തിരിച്ചു കയറിയതോടുകൂടി നാമ കോമയിൽ നിന്ന് ഉണരുകയാണ്. അങ്ങനെ അവൻ പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. പിന്നീട് കാണിക്കുന്നത് ഇവരെല്ലാവരും വീണ്ടും എക്സാം എഴുതുന്നതാണ്. ജോങ്ങും വൂസുവും ഡൂഷുമും എല്ലാം തന്നെ നല്ല സുഹൃത്തുക്കളായി മാറിയിരുന്നു. ഇനി ആർക്കും മരിക്കുമെന്ന് പേടിച്ചിട്ട് എക്സാം എഴുതണ്ട, എല്ലാവരും റിലാക്സ് ആയിട്ടാണ് എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. സ്കൂളിന്റെ പേര് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പലിന്റെ ഡെത്ത് ആക്സിഡന്റ് ആയി മാറി. കുട്ടികളുടെ മുഖത്തെല്ലാം തന്നെ പഴയതുപോലെ ചിരി പടരാൻ തുടങ്ങി. സുഹൃത്തുക്കളായ വൂസുവും ഡൂഷുമും ജോങ്ങും എല്ലാവരും ചേർന്നിരുന്ന് നമ്മുടെ നാമന്റെ കടയിൽ പോയിരുന്ന ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പൊ അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളുമില്ല, എല്ലാവരും ഹാപ്പി ആയിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഡൂഷും പറയുന്നുണ്ട്, ഞാൻ ഉടനെ തന്നെ ഈ സ്ഥലം വിട്ടിട്ട് പോകുമെന്ന്. നീ എവിടെയൊക്കെ പോകുന്നതെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, എന്റെ അമ്മയൊരു ശമനായത് കാരണം എനിക്ക് ഒരിടത്തും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഇത്തവണ ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് മാറി വേറെങ്ങോട്ടെങ്കിലും സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പോവുകയാണ്. ഇത് കേട്ടതും വൂസു ആകെ സങ്കടത്തിലായി. ഡൂഷുമാകട്ടെ ഇവിടെ നിന്നും പോകുന്നു എന്ന് കേട്ടതും അവളുടെ അമ്മയും ആകെ ടെൻഷനിലായിരുന്നു. നീ തീരുമാനിച്ചോ എന്ന് അവളുടെ അമ്മ ചോദിക്കുന്നു. അത് ഞാൻ തീരുമാനിച്ചു, ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ ഇനി പോകണ്ടെന്ന് എന്നോട് പറയരുതെന്ന്. പക്ഷെ അവളുടെ അമ്മ പറയുന്നുണ്ട്, ഈ ലോകത്ത് ഇനിയും ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്, നമുക്ക് അവരെയൊക്കെ രക്ഷിക്കണ്ടേ, അതുകൊണ്ട് നീ എങ്ങോട്ടും പോണ്ട, ഇവിടെ നിൽക്കാൻ. പക്ഷെ ഞാൻ പോവുക, എനിക്ക് കാശ് താ എന്ന് അവള് വീണ്ടും അമ്മയോട് പറയുകയാണ്. നീ പോവാൻ വേണ്ടിട്ട് ഞാൻ കാശൊന്നും തരില്ല എന്ന് പറയുമ്പോൾ അവള് പറയുന്നുണ്ട്, കാശ് തന്നില്ലെങ്കിലും താൻ പോകുമെന്ന്. ഇവിടെ വൂസു ആകട്ടെ പിന്നീട് ഡൂഷുമിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ ജീവിതം ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന്. അതായത് എനിക്ക് ചെറിയ രീതിയിലൊക്കെ ഫ്യൂച്ചർ കാണുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ, അന്ന് നിനക്ക് അപകടം പറ്റാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ സ്വപ്നത്തിൽ കണ്ടല്ലോ, അതുപോലെ ഇനി എപ്പോഴും എനിക്ക് കാണാൻ പറ്റുമോ എന്ന്. ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനത്തെ കഴിവൊന്നും ഇല്ലാന്ന് ഡൂഷും പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വണ്ടി ഇവരുടെ അടുത്തേക്ക് വരുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. പെട്ടെന്ന് അവളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നു. ആ വണ്ടി എന്തായാലും അവളെ ഇടിക്കാതെ പോയി. എനിക്ക് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ അടുത്ത മൊമെന്റിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റൂ. ഡൂഷും പറയുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യമാണ്, നല്ലപോലെ പഠിക്കുന്ന വൂസു ആകട്ടെ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നല്ല ബിരുദമൊക്കെ നേടും, പിന്നെ നിനക്ക് നല്ല ജോലി കിട്ടും, നീ വിവാഹം കഴിക്കും, അങ്ങനെ ഓരോന്നോരോന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ ആരെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് എന്നാ നീ പറയാന്ന് പറയുമ്പോൾ ഡൂഷും പറയുന്നുണ്ട്, അതെനിക്ക് അറിയില്ല എന്ന്. നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കും, അതുപോലൊരു പെൺകുട്ടിയെ ആയിരിക്കും എന്തായാലും നിനക്ക് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്യുക. ഇതൊക്കെ കേട്ടിട്ട് വൂസു പറയുന്നുണ്ട്, നീ പറയുന്ന കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ പറയാം, പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലാതെ എന്റെ ഫ്യൂച്ചർ ഇതായിരിക്കുമെന്ന് ഒരിക്കലും നിനക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നീ പറഞ്ഞ പോലെയാണെങ്കിൽ അത് നല്ല ബോറിംഗ് ആയിരിക്കും, എനിക്ക് അങ്ങനെ ജീവിക്കാൻ ഒരു താല്പര്യമില്ല. എന്നിട്ട് അവനാകട്ടെ അവളോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ഈ നാട് വിട്ട് മറ്റെവിടെങ്കിലും മൂവായ ശേഷം പിന്നീട് ഒരു ദിവസം നിനക്ക് എന്റെ കൂടെ ഒരിടത്ത് താമസിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന്. എനിക്ക് എന്റെ ജീവിതം നിന്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം. അതും പറഞ്ഞിട്ട് അവനാകട്ടെ അവളെ കിസ് ചെയ്യാൻ തുടങ്ങിയതും അവളൊരു പേപ്പർ എടുത്ത് അവന്റെ മുഖത്തേക്ക് ഒട്ടിക്കുന്നു. നമ്മൾ ഒരുപാട് ലേറ്റായി, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് നടക്കുകയാണ്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിംഗ് ആണ് ഈ ഒരു ഡ്രാമയ്ക്കുള്ളത്. ഈ ഡ്രാമയുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും താഴെ കമന്റ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ഡ്രാമയുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരും. നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഡ്രാമകളുടെ നെയിം താഴെ കമന്റ് ചെയ്യാൻ എന്തായാലും മറക്കണ്ട.